ഫ്രണ്ട്സ്, ജീവിതം എന്നുള്ളത് ഒരു ഗെയിമാണ്. പവറിന് വേണ്ടിയുള്ള ഗെയിം. ഫിസിക്കൽ പവർ, സൈക്കോളജിക്കൽ പവർ, റിസോഴ്സ്ഫുൾ പവർ. ഇതാണ് നിങ്ങളെ ഒരു ഡോമിനൻ്റ് ആൻഡ് ഡേഞ്ചറസ് മെന്നാക്കി മാറ്റുന്നത്. അത് കാട്ടിലുള്ള സിംഹമാണെങ്കിലും മനുഷ്യരാണെങ്കിലും പവർഫുള്ളായിട്ടുള്ള ആളുകളാണ് എവിടെയും ഡോമിനേറ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ വയസ്സ് കൂടുന്തോറും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ ഇനിയും ഒരുപാട് ഡേഞ്ചറസ് ആയിട്ട് മാറണമെന്ന്. പവർഫുൾ ആവുക എന്നുള്ളത് അതൊരു ചോയ്സ് അല്ല. നിങ്ങൾ അങ്ങനെ ആയി തീർന്നേ പറ്റൂ. അല്ലെങ്കിൽ ഈ ഒരു ലോകം നിങ്ങളെ അടിച്ചമർത്തി മുന്നോട്ട് പോകും. നിങ്ങൾ പവർഫുൾ ആകേണ്ടത് നിങ്ങളെക്കാൾ ദുർബലരായവരെ അടിച്ചമർത്താൻ വേണ്ടിയാകരുത്. നേരെ മറിച്ച് പവർഫുൾ ആയിട്ടുള്ള മറ്റാളുകൾ നിങ്ങളെ അടിച്ചമർത്താതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം. മറ്റുള്ള ആളുകൾ നിങ്ങളെ മര്യാദയോടു കൂടിയും ഭയത്തോടു കൂടിയും കാണണമെങ്കിൽ, മറ്റുള്ളവർ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണുക. ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങളെ പവർഫുൾ ആൻഡ് ഡേഞ്ചറസ് ആക്കി മാറ്റാൻ സഹായിക്കുന്ന 7 സൈക്കോളജിക്കൽ ട്രിക്സിനെ പറ്റിയാണ്. ഈ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ എത്ര ടഫായിട്ടുള്ള സിറ്റുവേഷൻസിലും നിങ്ങൾക്ക് പവർഫുൾ ആയിട്ട് നിൽക്കാൻ സാധിക്കും. നമ്പർ 1, ലേൺ ടു യൂസ് യുവർ ബോഡി ലാംഗ്വേജ്. നിങ്ങളൊരു ക്രൗഡിൻ്റെ മുമ്പിലേക്ക് വരുമ്പോൾ അവിടെയുള്ള ആളുകൾ നിങ്ങളിൽ ആദ്യം ശ്രദ്ധിക്കുന്നത് നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് ആയിരിക്കും. നിങ്ങൾ എങ്ങനെയാണ് നിൽക്കുന്നത്, നടക്കുന്നത്, നിങ്ങളിരിക്കുമ്പോൾ നിങ്ങളുടെ ബോഡി പോസ്ചർ എങ്ങനെയാണ്, ഇതെല്ലാം. ഒരു പവർഫുൾ ആൻഡ് ഡോമിനൻ്റ് മാൻ എപ്പോഴും ഒരു രാജാവിനെ പോലെയുള്ള ബോഡി ലാംഗ്വേജ് കീപ്പ് ചെയ്യും. അവർ ആരുടെ മുമ്പിലും വളരെ കോൺഫിഡൻ്റ് ആൻഡ് പവർഫുൾ ആയിട്ട് നിൽക്കും. ആരുടെ മുമ്പിലും അവർ തല താഴ്ത്തുകയോ നെർവസ് ആയിട്ട് നിൽക്കുകയോ ഇല്ല. എല്ലാ പവർഫുൾ ആൻഡ് ഡോമിനൻ്റ് ആയിട്ടുള്ള ആളുകളിലും ഈ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പീക്കി ബ്ലൈൻഡേഴ്സ് സീരീസിലെ കഥാപാത്രമായ തോമസ് ഷെൽബിയെ നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. അദ്ദേഹത്തെ പവർഫുള്ളായി കാണിക്കാൻ അദ്ദേഹത്തിന് വലിയ മസിൽസോ ഹൈറ്റോ ഒന്നും തന്നെ ഇല്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് ആൻഡ് ബോഡി ലാംഗ്വേജാണ് ആ കഥാപാത്രത്തെ വളരെ ഡേഞ്ചറസ് ആൻഡ് ഡോമിനൻ്റ് മെന്നാക്കി മാറ്റുന്നത്. അദ്ദേഹത്തിൻ്റെ ഐ കോണ്ടാക്ട് എപ്പോഴും വളരെ ഇൻറ്റൻസ് ആൻഡ് ഫോക്കസ്ഡ് ആയിരിക്കും. ഇത് നമ്മുടെ ബോഡി ലാംഗ്വേജിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. ഇത് ആരെയും വളരെ കോൺഫിഡൻ്റ് ആൻഡ് ഡോമിനൻ്റ് ആയിട്ട് കാണിക്കും. നിങ്ങൾ ഒരാളോട് സംസാരിക്കുമ്പോൾ ഐ കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവർക്ക് നിങ്ങളൊരു കോൺഫിഡൻറ്റ് പേഴ്സണായിട്ട് തോന്നും. എന്നാൽ നിങ്ങൾ സംസാരിക്കുമ്പോൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണെങ്കിൽ അപ്പോൾ മറ്റുള്ളവർക്ക് നിങ്ങളൊരു വീക്ക് പേഴ്സണായിട്ടായിരിക്കും തോന്നുക. എല്ലാ ആളുകളും നിങ്ങളുടെ പേഴ്സണാലിറ്റിയെ ഈ ഒരു കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ആദ്യം ജഡ്ജ് ചെയ്യുന്നത്. എസ്പെഷ്യലി വുമൻസിന് ഇതിലൂടെ വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങളൊരു സ്ട്രോങ് മെയിലാണോ അതോ വീക്ക് മെയിലാണോ എന്ന്. ഇനി പോയിന്റ് നമ്പർ 2, നിങ്ങളുടെ ബോഡി ലാംഗ്വേജിന് ശേഷം ആളുകൾ നിങ്ങളിൽ ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യമാണ് നിങ്ങളുടെ വോയിസ് ടോൺ ആൻഡ് നിങ്ങളുടെ സംസാര രീതി എന്നുള്ളത്. ഒരു ഡോമിനൻ്റ് മെന്നിന് അയാളുടെ വോയിസിൻ്റെ പവറിനെ പറ്റി നന്നായിട്ട് അറിയുന്നുണ്ടായിരിക്കും. അറ്റൻഷൻ ആൻഡ് റെസ്പെക്റ്റ് ഇത് നേടിയെടുക്കാൻ അവരിതിനെ യൂസ് ചെയ്യും. അവരുടെ വോയിസ് വളരെ ഡീപ്പ് ആൻഡ് മീനിങ് ഫുൾ ആയിരിക്കും, ഒരു രാജാവിനെ പോലെ. ഇതുകൊണ്ട് തന്നെ ആളുകൾ ഇവർ പറയുന്ന കാര്യങ്ങളെ കേൾക്കുകയും ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും. നിങ്ങൾക്കും നിങ്ങളുടെ വോയിസിനെ വളരെ പവർഫുൾ ആൻഡ് അട്രാക്റ്റീവ് ആക്കി മാറ്റാൻ സാധിക്കും. ഇതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് നിങ്ങളുടെ വോയിസിനെ നിങ്ങൾ സൈലൻ്റ് ആക്കണം, യാതൊരു വിധത്തിലുള്ള നെർവസ്നെസ്സും ഇല്ലാതെ. നിങ്ങളൊരിക്കലും ഒരു ദുർബലനായിട്ടുള്ള ആളല്ല ഒരേ സമയം കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാൻ. കാരണം ഇങ്ങനെയുള്ള ആളുകൾക്ക് മറ്റുള്ളവർ തങ്ങളെ ആക്സെപ്റ്റ് ചെയ്യില്ലെന്നുള്ള ഈ ഒരു ഭയം ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അവർ കൂടുതൽ കാര്യങ്ങൾ സംസാരിച്ച് മറ്റുള്ളവരെ ആകർഷിക്കാൻ ശ്രമിക്കും. എന്നാൽ ഒരു ഡോമിനൻ്റ് മെന്നിന് ആരെ വേണമെങ്കിലും ആകർഷിക്കാൻ സാധിക്കും. സോ നിങ്ങൾ സംസാരിക്കുമ്പോൾ എപ്പോഴും വളരെ കാംനെസ്സോടു കൂടിയും കോൺഫിഡൻസോടു കൂടിയും സംസാരിക്കുക. നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ വാക്കുകൾ വളരെ ക്ലാരിറ്റിയോട് കൂടിയുള്ളതായിരിക്കണം. ഇത് നിങ്ങൾ വളരെ കാം ആൻഡ് സ്ട്രോങ് വോയിസിലൂടെ സംസാരിക്കുമ്പോൾ മാത്രമേ സാധ്യമാവുകയുള്ളൂ. സോ നിങ്ങൾ സംസാരിക്കുമ്പോൾ ഡീപ്പ് ആൻഡ് കാം വോയിസോട് കൂടിയിട്ട് സംസാരിക്കുക. സോ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുകയും അവരെല്ലാവരും നിങ്ങളെ വാല്യൂ ചെയ്യാനും തുടങ്ങും. നമ്പർ 3, കൺട്രോൾ യുവർ ഇമോഷൻസ്. ഇമോഷണൽ കൺട്രോൾ എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് നിങ്ങൾ കംപ്ലീറ്റ്ലി ഇൻസെൻസിറ്റീവ് ആൻഡ് ഇമോഷണലെസ് ആയിട്ട് മാറണം എന്നുള്ളതല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ സിമ്പതി, ഫീലിങ്സ് ഇതിനെയൊക്കെ ഷെയർ ചെയ്യാം. എന്നാൽ നിങ്ങളുടെ ഇമോഷൻസ് മുഴുവനായും നിങ്ങളുടെ കൺട്രോളിലായിരിക്കണം. ഒരു ഡോമിനൻ്റ് മാൻ എപ്പോഴും വളരെ സൈലൻ്റ് ആയിട്ടും സ്ട്രോങ് ആയിട്ടും കാണപ്പെടും. എത്ര വലിയ ടഫ് സിറ്റുവേഷൻ ആണെങ്കിലും അതിനൊക്കെ അവർ കാമായിട്ട് ഹാൻഡിൽ ചെയ്യും. സോ ഇതിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻസിനെ പറ്റി ഡീപ്പായിട്ട് സ്റ്റഡി ചെയ്യണം.
ഇൻ്റർനെറ്റിൽ ഇമോഷൻസിനെ പറ്റി ഒരുപാടധികം ആർട്ടിക്കിൾസ്, ബുക്സ്, വീഡിയോസ് ഇതെല്ലാം ഉണ്ട്. സോ ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷൻസിനെ പറ്റി ഡീപ്പായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ആൻഡ് നിങ്ങൾക്ക് മനസ്സിലാകും ഈ ഒരു ഇമോഷൻസ് എന്തുകൊണ്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്, ഇതിൻ്റെ പർപ്പസ് എന്താണ് എന്നുള്ളത്. ഇത് ചെയ്യുന്നത് കൊണ്ടുള്ള മറ്റൊരു പ്രാധാന്യം എന്താണെന്നാൽ നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ ഇമോഷൻസിനെ പറ്റി മനസ്സിലാക്കുന്നുണ്ടോ അത്രത്തോളം തന്നെ നിങ്ങൾക്ക് അതിനെ നിയന്ത്രിക്കാനും സാധിക്കും. ആൻഡ് നിങ്ങൾക്ക് ഇതും മനസ്സിലാക്കാൻ സാധിക്കും എല്ലാ ഇമോഷൻസും ടെമ്പററി ആണ് എന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾ ഫീൽ ചെയ്യുന്ന ഈ ഒരു ഇമോഷൻ അതിപ്പോൾ പെയിൻ ആണെങ്കിലും ഹാപ്പിനെസ് ആണെങ്കിലും അതെല്ലാം ഒരു ടെമ്പററി ഇമോഷൻ മാത്രമാണ്. സോ ഇത് നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ഏതൊരു ഇമോഷനും നിങ്ങൾ ചെറിയ ഇമ്പോർട്ടൻസ് മാത്രമേ കൊടുക്കുകയുള്ളൂ. ആൻഡ് ഒരു പവർഫുൾ ഡോമിനൻ്റ് മെന്നിനെ പോലെ നിങ്ങളുടെ എല്ലാ ഇമോഷനെയും നിങ്ങൾക്ക് നിയന്ത്രിക്കാനും സാധിക്കും. ആൻഡ് ഈ ഒരു ഇമോഷണൽ കൺട്രോൾ നിങ്ങളെ ക്ലിയർ ആയിട്ട് ചിന്തിക്കാനും റാഷണലായ ഡിസിഷൻസിനെ എടുക്കാനും ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസിനെ ഫേസ് ചെയ്യാനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നമ്പർ 4, സെൽഫ് റിലയൻസ്. ഒരു പരുന്തിന് ഒരിക്കലും അതൊരു മരത്തിൻ്റെ ചില്ലയിലിരിക്കുമ്പോൾ അത് പൊട്ടിപ്പോകുമെന്നുള്ള ഭയം ഉണ്ടായിരിക്കില്ല. കാരണം അതിൻ്റെ വിശ്വാസം ആ ഒരു മരത്തിൻ്റെ ചില്ലയിലല്ല, അതിൻ്റെ ചിറകിലാണ് ഇരിക്കുന്നത്. സെൽഫ് കോൺഫിഡൻസ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി നിങ്ങളൊരു മെന്നാണെങ്കിൽ ഇത് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങളൊരു മെന്നാണെങ്കിൽ നിങ്ങളെ ആരും തന്നെ രക്ഷിക്കാൻ പോകുന്നില്ല. റിയാലിറ്റി എന്താണെന്നാൽ ആളുകൾ നിങ്ങളിൽ നിന്ന് സഹായം പ്രതീക്ഷിക്കും. എന്നാൽ നിങ്ങൾക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അപ്പോൾ അവർ നിങ്ങളെ യൂസ്ലെസ് ആൻഡ് വീക്കായിട്ടുള്ള ഒരാളായിട്ട് കാണും. ഇതെന്നുള്ളത് ഒരു കൈപ്പേറിയ സത്യമാണ്. നിങ്ങൾക്കൊരിക്കലും നിങ്ങളുടെ സൗന്ദര്യത്തെ വെച്ചുകൊണ്ട് ടഫായിട്ടുള്ള സിറ്റുവേഷൻസിനെ ഓവർകം ചെയ്യാൻ സാധിക്കില്ല. സോ നിങ്ങൾക്ക് മറ്റുള്ളവരെയും ഹെൽപ്പ് ചെയ്യാൻ സാധിക്കില്ല. സോ നിങ്ങളൊരു ഡോമിനൻ്റ് മെന്നായിട്ട് മാറാൻ നിങ്ങൾ സെൽഫ് റിലയൻ്റ് ആയിട്ട് മാറണം. നിങ്ങളുടെ ടാലൻറ്റിൻ്റെ മേലെ നിങ്ങൾ വിശ്വാസം അർപ്പിക്കണം. ലൈഫിലെ ടഫായിട്ടുള്ള സിറ്റുവേഷൻസിനെ നിങ്ങളുടെ വിൽ പവർ യൂസ് ചെയ്തുകൊണ്ട് നേരിടണം, വേറെ ആരുടെയും സഹായമില്ലാതെ. ഇതാണ് ഒരു യഥാർത്ഥ ഡോമിനൻ്റ് മെന്നിൻ്റെ സൈൻ എന്നുള്ളത്. നമ്പർ 5, ഫിസിക്കലി ഫിറ്റ്. ഒരു ഡോമിനൻ്റ് മെൻ മെൻ്റലി ഷാർപ്പായിട്ട് മാത്രമല്ല ഫിസിക്കലി ഫിറ്റായിട്ടും കാണപ്പെടും. നല്ല ഫിസിക്കൽ ഷേപ്പ് നിങ്ങളെ അട്രാക്റ്റീവ് ആക്കാൻ മാത്രമല്ല ഇത് നിങ്ങളിലെ എക്സ്ട്രാ എനർജി, സ്റ്റാമിന എന്നിവയെ ബൂസ്റ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. സോ നിങ്ങളിലേക്ക് വരുന്ന എല്ലാ ടഫായിട്ടുള്ള സിറ്റുവേഷൻസിനെയും നിങ്ങൾക്ക് കോൺഫിഡൻസോട് കൂടിയിട്ട് ഫേസ് ചെയ്യാനും സാധിക്കും. ഒരു റിയൽ ഡോമിനൻ്റ് മെന്നിന് ഫിസിക്കൽ ഫിറ്റ്നസിൻ്റെയും മാർഷൽ ആർട്ട് ട്രെയിനിങ്ങിൻ്റെയും പ്രാധാന്യം നന്നായിട്ട് അറിയാം. കാരണം ഇത് അവരുടെ സെൽഫ് കോൺഫിഡൻസിനെ നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യും. ടഫായിട്ടുള്ള സിറ്റുവേഷൻസിനെ ഇത് യൂസ് ചെയ്തുകൊണ്ട് അവർക്ക് ഓവർകം ചെയ്യാനും സാധിക്കും. നമ്പർ 6, ബിക്കം എ ബോസ്. നിങ്ങൾക്ക് ശരിക്കും ഒരു ഡേഞ്ചറസ് മെന്നായിട്ട് മാറണമെങ്കിൽ അപ്പോൾ നിങ്ങളിൽ മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യാനും അവരെ ഗൈഡ് ചെയ്യാനുമുള്ള എബിലിറ്റി ഉണ്ടായിരിക്കണം. അതായത് നിങ്ങളുടെ ലീഡർഷിപ്പ് സ്കില്ല് നിങ്ങൾ സ്ട്രോങ് ആക്കണം. സോ ഇതിലൂടെ മറ്റുള്ളവരെ നിങ്ങൾക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും. ഓരോ പവർഫുൾ ആൻഡ് ഡോമിനൻ്റ് മെയിലിലും ഈ ഒരു ക്വാളിറ്റി നമുക്ക് കാണാൻ സാധിക്കും. ഇതുകൊണ്ടാണ് ആളുകൾ ഇവർ പറയുന്ന കാര്യങ്ങളെ കേൾക്കുന്നത്, അവരെ റെസ്പെക്റ്റ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ചുറ്റും ഒരു സ്ട്രോങ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. സോ ഇതിലൂടെ ആളുകൾ നിങ്ങളുടെ വാല്യൂസിനെ മനസ്സിലാക്കുകയും പരസ്പരം ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. എന്നാൽ നിങ്ങളുടെ വഴി എന്നുള്ളത് എപ്പോഴും വളരെ സേഫ് ആൻഡ് സെക്യൂർഡ് ആയിരിക്കണം. നിങ്ങളുടെ ഡോമിനൻസ് കീപ്പ് ചെയ്യണമെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഒരു സ്ട്രോങ് ഇമേജ് ഉണ്ടായിരിക്കണം. നിങ്ങളുടെ വീക്ക്നെസ്, സ്ട്രാറ്റജിക് പ്ലാൻസ് ഇതൊക്കെ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്നത് നിങ്ങളെ ഒരു വീക്ക് മെൻ ആക്കിയേക്കാം. ഇനി പോയിന്റ് നമ്പർ 7 എന്നുള്ളത് വളരെ യുണീക്ക് ആൻഡ് പവർഫുൾ ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്. പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ചില പവർഫുൾ ആയിട്ടുള്ള ആളുകൾ അവരുടെ പവറിനെ മിസ്യൂസ് ചെയ്ത് ദുർബലരായ ആളുകളെ കീഴ്പ്പെടുത്തുന്നത്. ആൻഡ് ദുർബലരായ ആളുകൾ ഒന്നും ചെയ്യാനാകാതെ ഹെൽപ്ലെസ് ആയിട്ട് നിൽക്കും. ഇതിനുള്ള കാരണം അവർക്ക് അവരുടെ ലീഗൽ റൈറ്റ്സിനെ പറ്റി അധികം അറിവില്ലാത്തത് കൊണ്ടാണ്. സോ നമ്മുടെ നാട്ടിലെ മൗലികാവകാശങ്ങളെ പറ്റി നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണം. സോ നമ്മുടെ യൂട്യൂബിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാടധികം വീഡിയോസുകളുണ്ട്. അതെല്ലാം കണ്ടു നോക്കുക, നിങ്ങളെ പവർഫുൾ ആക്കുക. ആൻഡ് ഫൈനലി ഒരു ഡേഞ്ചറസ് മെന്നായിട്ട് മാറുക എന്നുള്ളതിനർത്ഥം നിങ്ങളൊരു മോശപ്പെട്ട ഒരാളായിട്ട് മാറുക എന്നുള്ളതല്ല. നിങ്ങൾക്ക് നിങ്ങളെയും നിങ്ങളുടെ എൻവിറോൺമെൻറ്റിനെയും മുഴുവനായിട്ടും കൺട്രോൾ ചെയ്യാൻ സാധിച്ചിരിക്കണം, അത്രമാത്രം. സോ ഫ്രണ്ട്സ്, ഈ ഒരു പോയിൻറ്റ്സ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരാളായിട്ട് മാറാൻ സാധിക്കും. അതിനുശേഷം എല്ലാവരും നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യും. എന്നാൽ നിങ്ങളുടെ ഉള്ളിൽ തകർക്കാൻ പറ്റാത്ത ഒരു ആത്മവിശ്വാസം ഇല്ലാത്തടത്തോളം കാലം ഇത് പോസിബിൾ ആകില്ല എന്ന് നിങ്ങൾ ഓർക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. സ്റ്റേ സ്ട്രോങ്, സ്റ്റേ പോസിറ്റീവ്, സ്റ്റേ മോട്ടീവ്.